മധ്യപൂർവേഷ്യയിൽ വീണ്ടും കനത്ത രാഷ്ട്രീയ നീക്കങ്ങൾ നടക്കുകയാണ്. ഇറാൻ ഇപ്പോൾ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന സന്ദേശം വളരെ വ്യക്തവും അല്പം കടുപ്പമേറിയതുമാണ്. അമേരിക്കയുടെ പരമാവധി ആവശ്യങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നും അതിനാൽ തന്നെ നേരിട്ടുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ പ്രസക്തി ഇല്ല എന്നുമാണ് ഇറാന്റെ നിലപാട്. ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെയ്ദ് ഖതീബ്സാദെ ഇക്കാര്യം അസോസിയേറ്റഡ് പ്രസിനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഭീഷണിയും സമ്മർദ്ദവും ഉപയോഗിച്ച് ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ തങ്ങളുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ചർച്ചകൾക്ക് വാതിൽ അടഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം എന്തായാലും വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുറേനിയം സമ്പുഷ്ടീകരണത്തെക്കുറിച്ചുള്ള ഇറാന്റെ പ്രഖ്യാപനം തന്നെയാണ്. തങ്ങൾ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒരു കാരണവശാലും അമേരിക്കക്ക് കൈമാറില്ലെന്ന് ഇറാൻ തീർത്തു പറഞ്ഞു കഴിഞ്ഞു. അവരുടെ ആണവ പദ്ധതിയുടെ ഹൃദയമിടിപ്പാണല്ലോ ഈ യുറേനിയം എന്ന് പറയുന്നത്. അമേരിക്ക ഇതിനെ ഒരു സുരക്ഷാ ഭീഷണിയായിട്ട് കാണുമ്പോൾ തങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്കും അതേപോലെ തന്നെ സാങ്കേതിക മുന്നേറ്റത്തിനുമുള്ള അവകാശമാണിതെന്നാണ് ഇറാന്റെ ഒരു വാദം. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിബന്ധനകൾ ഒരു ചർച്ചയുടെ തുടക്കമൊന്നുമല്ല, മറിച്ച് അടിച്ചേൽപ്പിക്കലാണെന്നാണ് അവർ ആരോപിക്കുന്നത്. വിശ്വാസം തകർന്ന ഒരിടത്ത് വാക്കുകൾക്ക് മാത്രം വിലയില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇറാൻ ഉള്ളത്. ഈ രാഷ്ട്രീയ പോരിന്റെ പ്രത്യാഘാതങ്ങൾ കാണുന്നത് ലോകത്തെ തന്നെ ഏറ്റവും നിർണായകമായ ഹോർമൂസ് കടലിടുക്കിലാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിംഹഭാഗവും കടന്നു പോകുന്ന ഈ ഒരു പാതയിൽ ഇറാൻ ഇപ്പോൾ നിയന്ത്രണങ്ങൾ എന്തായാലും കടുപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക വിശ്വാസ ലംഘനം നടത്തിയെന്നാണ് ഇറാൻ പറയുന്നതും. എന്നാൽ ഹോർമൂസിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് ട്രംപും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യം സംരക്ഷിക്കാനായിട്ട് അമേരിക്ക പ്രതിബദ്ധമാണെന്ന് പറയുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ ഒരു വാഗ്വാദം ആഗോള വിപണിയെയും എണ്ണവിലയെയും വലിയ രീതിയിൽ തന്നെ ആശങ്കയിൽ ആഴ്ത്തിയിട്ടുമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ല. ഇതിന് പിന്നിൽ വലിയ ആഭ്യന്തര രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ കൂടിയുണ്ട്. ഈ പടിഞ്ഞാറൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഒരു ഭരണകൂടം എന്ന പ്രതിച്ഛായ ഒഴിവാക്കാൻ ഇറാൻ ശ്രമിക്കുമ്പോൾ തന്നെ കടുത്ത നിലപാടിലൂടെ സ്വന്തം സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താനാണ് അമേരിക്ക എന്തായാലും നോക്കുന്നത്. എങ്കിലും ഒരു പൂർണ്ണ യുദ്ധം ആരും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് ഒരു വസ്തുത. അതുകൊണ്ട് തന്നെ ഒമാനോ അല്ലെങ്കിൽ ഖത്തറോ പോലുള്ള രാജ്യങ്ങൾ മധ്യസ്ഥതയ്ക്കും വന്നേക്കാം. ഈ ഹോർമൂസിലെ തിരമാലകൾ അടങ്ങുമോ അതോ പുതിയൊരു കൊടുങ്കാറ്റായി മാറുമോ എന്നത് വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ തന്നെ തീരുമാനിക്കും.